ഹായ് സ്റ്റുഡൻസ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് പറയുന്ന ഒരു പോർഷനാണ്. ഇതാണ് യൂണിറ്റ്സ്. സോ നമ്മളതിൽ കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ അതിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് കൺവേർഷൻ മെത്തേഡ് ആയിരുന്നു. ഇപ്പം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൺവേർഷൻ മെത്തേഡിൽ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി. അപ്പോൾ കൺവേർഷൻ മെത്തേഡിൽ നമ്മൾ അത് എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ അതിനെ ആദ്യം ഡബിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ ബാലൻസ് ഷീറ്റ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ഏതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ ആ കൺവേർഷൻ മെത്തേഡ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. സോ എങ്ങനെയാണ് ഇപ്പോൾ നെറ്റ് ക്രെഡിറ്റ് സെയിൽസും അതുപോലെ തന്നെ ക്യാഷ് സെയിൽസ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാര്യങ്ങളൊക്കെ. ഇനി കാൽക്കുലേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ പറഞ്ഞു പേഴ്സണൽ അക്കൗണ്ട് മാത്രം ഇൻകംപ്ലീറ്റ് അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ക്യാഷ് പോലുള്ള കാര്യങ്ങൾ. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പൈസ ആർക്ക് കൊടുക്കാണ്ട് നമുക്ക് പൈസ ആർക്ക് തരാം, അവരാണ് ഈ പേഴ്സണൽ അക്കൗണ്ട്. സോ കാൽക്കുലേഷൻ ഓഫ് ലിസ്റ്റ് ഫിഗേഴ്സ് നോക്കിക്കോ. The information required to prepare the financial is not directly available from the incomplete report. Okay. Calculation of okay. Not directly available. In other words, the certain figures are missing in the account, hence the need to do it. അപ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങൾ മിസ്സിംഗ് ആയിരിക്കും. അതായത് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും, ക്യാഷ് സെയിൽസ് ആയിരിക്കും, അങ്ങനെ കുറേ സൈഡ് നമ്മൾ മുകളിൽ കണ്ട കാര്യങ്ങളൊക്കെ ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ആയതുകൊണ്ട് അതൊക്കെ എന്തായിരിക്കും, മിസ്സിംഗ് ആയിരിക്കും. സോ ആ മിസ്സിംഗ് ആയിട്ടുള്ള ടേം നമ്മൾ എങ്ങനെയാണ് അസർട്ടൈൻ ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ അസർട്ടൈൻ ടോട്ടൽ പർച്ചേസ്. എങ്ങനെയാണ് ടോട്ടൽ പർച്ചേസ് അസർട്ടൈൻ ചെയ്യുക? നമുക്ക് എങ്ങനെയാണ് ടോട്ടൽ പർച്ചേസ്, നമുക്ക് ടോട്ടൽ പർച്ചേസും സെയിലൊക്കെ അറിഞ്ഞാലേ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റുള്ളൂ, എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് ചെയ്യുന്നതും അതിന്റെ ബേസിസിൽ എന്താ പറയാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടർന്നുള്ള അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുകയും അതിനടിസ്ഥാനത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അക്കൗണ്ട്. സോ നമ്മുടെ ഇവിടെ പർച്ചേസ് നമുക്ക് മിസ് ചെയ്യാം. പർച്ചേസ് എത്ര നമുക്ക് അറിയില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യാം. സോ പക്ഷെ നമുക്ക് കാണാൻ പറ്റും എങ്ങനെ പർച്ചേസ് എങ്ങനെയാണ്. പർച്ചേസ് ആർ കാൽക്കുലേറ്റഡ് കമ്പൈൻ ഓഫ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. രണ്ട് കാര്യങ്ങളുണ്ടാവും, ഒന്ന് ക്യാഷ് പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസ്. അല്ലാതെ പർച്ചേസ് ഉണ്ടാവും, അല്ലെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കും അല്ലെങ്കിൽ. The cash purchase, if not given in the question, can be ascertained by the balance of cash book. ക്യാഷ് ബുക്ക് നമുക്ക് കാണാൻ പറ്റും പർച്ചേസ് എത്രയാണ്. അല്ലെങ്കിലോ സപ്പോസ് നമ്മൾ ഗൂഗിൾ പേയിലാണ് പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നത് എത്രയാണ് ക്യാഷ് പർച്ചേസ് നടന്നത്. അതുപോലെ തന്നെ ക്രെഡിറ്റ് പൈസ ആർ കാൽക്കുലേറ്റ് ബൈ പ്രിപ്പയറിംഗ് ടോട്ടൽ ക്രെഡിറ്റേഴ്സും അല്ലെങ്കിൽ ബിൽസ് പേയബിൾ അക്കൗണ്ട്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൽ നമ്മൾ എത്ര എമൗണ്ട് പേ ചെയ്തു എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തായിരിക്കും. സോ അത് നോക്കിക്കഴിഞ്ഞാലും ടോട്ടൽ പർച്ചേസ് കണ്ടെത്താൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് സെറ്റ് ചെയ്യണം, നല്ല പർച്ചേസ് ആണ് പറ്റും. എങ്ങനെയാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ്? ഫോർ അസേർട്ടിംഗ് ദ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് പർച്ചേസ് ദ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ഷുഡ് ബി പ്രിപ്പയർഡ് ദ അവൈലബിൾ ഇൻഫർമേഷൻ. അപ്പൊ എങ്ങനെയാണ് പർച്ചേസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സെക്ഷൻ അല്ലടാ. സോ അത് സ്കിപ്പ് ചെയ്തിട്ട് അത് പോകാൻ പറ്റില്ല. ടോട്ടൽ പർച്ചേസും സെയിൽ തന്നെയാണ് ഇതിൽ മെയിൻ. സോ അപ്പൊ ആദ്യം നമ്മൾ ക്രെഡിറ്റേഴ്സ് അറിയാം. എങ്ങനെ ക്രെഡിറ്റേഴ്സ് അറിയാം? ഫസ്റ്റ് ബാലൻസ് ബ്രോട്ട് ഓഫ്. അതായത് ഇപ്പൊ കഴിഞ്ഞ വർഷത്തിന്റെ ബാക്കി അടങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു പൈസ നമുക്ക് കൊടുക്കാനുണ്ടാവില്ലേ, അതാണ് ഈ ബാലൻസ് ബ്രോട്ട്. പിന്നെ ചിലപ്പോൾ ഈ ബിൽസ് പേയബിൾ, ബിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാവും അത്. പിന്നെ ഡെപ്റ്റേഴ്സ്, ടോട്ടൽ ഡെപ്റ്റേഴ്സ് എന്തെങ്കിലും എൻഡോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ബില്ല് നേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ പർച്ചേസ് ക്രെഡിറ്റേഴ്സ്, ഇത് നമുക്ക് ബിൽസ് പേയബിൾ, പർച്ചേസ് റിട്ടേൺ, ഇതൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തിലോട്ട് എത്താൻ പറ്റും, ടോട്ടൽ ക്രെഡിറ്റേഴ്സ്. ഇതാണ് ആ ടോട്ടൽ ക്രെഡിറ്റേഴ്സിലോട്ട് എത്താനുള്ള ഫോർമാറ്റ്. സോ നമുക്ക് താഴെ ലിസ്റ്റേഷൻ ഉണ്ടാവും. ജസ്റ്റ് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ പർച്ചേസ്. താഴെ കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ടോട്ടൽ പർച്ചേസ് എത്രയാണെന്ന് കണ്ടെത്തും. എങ്ങനെ കണ്ടെത്തുന്നത്? ക്യാഷ് പർച്ചേസ് എത്രയുണ്ട്? 1700. ക്രെഡിറ്റ്സ് ഓൺ ജനുവരി 2013. ഇത് 2013 എന്നുള്ള ഇതിലാണ് നടക്കുന്നത്. 800 രൂപ ഉണ്ട് ക്രെഡിറ്റേഴ്സ്, അന്ന് നമ്മളെ കണക്കായി. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ആ വർഷം നമുക്ക്
നമ്മൾ ക്രെഡിറ്റേഴ്സിന് എത്ര രൂപ കൊടുത്തു? 3100 കൊടുത്തു. പർച്ചേസ് റിട്ടേൺ ഒരു 100 രൂപ ഉണ്ട്. ക്രെഡിറ്റ്സ് ഓൺ 31st മാർച്ച്, അതായത് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് എത്ര ഉണ്ട്? 1340. നമുക്ക് കാണേണ്ടത് എന്താണ്? പർച്ചേസ് ആണ്. അപ്പോൾ പർച്ചേസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ക്യാഷ് പർച്ചേസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ് മൈനസ് റിട്ടേൺ. ഇതാണ് എന്ത്? പർച്ചേസ് കാണാനുള്ളത്. സോ ആദ്യം നമുക്ക് ക്യാഷ് പർച്ചേസ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ഇസ് ഈക്വൽ ടു ആദ്യം നമ്മൾ ക്യാഷ് പർച്ചേസ് ആഡ് ചെയ്യും 1700. അപ്പോൾ അതൊക്കെ പ്ലസ് ക്രെഡിറ്റ് പർച്ചേസ്. പക്ഷെ ക്രെഡിറ്റ് പർച്ചേസ് ഇവിടെ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ക്രെഡിറ്റ് പർച്ചേസ് എങ്ങനെയാണ്? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലോട്ട് തന്നു. ബാലൻസ് ബ്രോഡ് എന്ന് പറയുന്നത് എന്താ? തുടക്കത്തിലുള്ള ക്രെഡിറ്റേഴ്സ് എത്ര? 800. പിന്നെ എന്ത് ചെയ്തു? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് എത്ര? 3100. അതായത് ടു ബാങ്ക് എത്ര? 3100. പർച്ചേസ് റിട്ടേൺ എത്ര വന്നു? അതെന്താ ഡെബിറ്റ് ചെയ്യാൻ കാരണം? ക്യാഷ് കൊടുത്തു എന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് കുറയല്ലടാ. ക്രെഡിറ്റേഴ്സ് കുറയാന്ന് പറയുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം അല്ലേ? അതിന്റെ എൻട്രി എന്താ വരിക? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ? അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് അവിടെ ക്യാഷ് കൊടുക്കും. അതുപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ എന്തിനെ കുറക്കും? ക്രെഡിറ്റേഴ്സിനെ കുറക്കും. അപ്പോൾ അതും കുറച്ച്. ബാലൻസ് ബ്രോഡൗണും തന്നിട്ടുണ്ട്, ക്യാരി ഡൗണും തന്നിട്ടുണ്ട്. അതായത് ഇയർ എൻഡിൽ എത്ര ഉണ്ടായിരുന്നു? 1340. രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യുന്നു? ടാലി ചെയ്യുന്നു. ഇവിടെയുള്ള മിസ്സിംഗ് ഫിഗർ ഉണ്ടല്ലോ, അതായത് ഇവിടെ ബാലൻസ് ഫിഗർ ആണ് എന്ത്? ഈ 37,000 അല്ല 3740. ഈ 3700 ആയിരിക്കും എന്ത്? പർച്ചേസ് മെയ്ഡ് ഡ്യൂറിംഗ് ഇയർ. അപ്പൊ 1700 എത്ര എന്ത്? നമ്മുടെ ക്യാഷ് പർച്ചേസും 3740 എന്ത്? ക്രെഡിറ്റ് പർച്ചേസ്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ടോട്ടൽ 5540 രൂപയുടെ പർച്ചേസ് ആണ് ഈ വർഷത്തിലുള്ളത്. ഇവിടെ നമ്മൾ ആൾറെഡി പർച്ചേസ് റിട്ടേൺ എവിടെ അഡ്ജസ്റ്റ് ചെയ്തു? ക്രെഡിറ്റേഴ്സ്. അപ്പൊ നമ്മുടെ ഈ 5400 ശരിക്കും നമുക്ക് ഈ എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നു, പർച്ചേസിന്റെ എമൗണ്ട് ഇല്ല. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിനെ ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടെത്തി? പർച്ചേസിന്റെ എമൗണ്ട് വേണം. മനസ്സിലാവുന്നുണ്ട്? പിന്നെ കാൽക്കുലേഷൻ ഓഫ് ബിൽസ് പേയബിൾ അക്സെപ്റ്റഡ്. ഇനി ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാല് നമ്മൾ ബില്ല് എഴുതി കഴിഞ്ഞാൽ ബിൽസ് കൊടുക്കാനുള്ള എത്രയൊക്കെ ഉണ്ടെന്നുള്ളത് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കിക്കോ. ജസ്റ്റ് ടോട്ടൽ ഓഫ് ക്രെഡിറ്റേഴ്സ് ബിൽസ് പേയബിൾ അക്കൗണ്ട് ഇസ് ഡ്രോൺ അപ്പ്. ആൾ ഫിഗേഴ്സ് ആണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ദെൻ റിവ്യൂ. ഓക്കെ, താഴെ പറയുന്ന രൂപത്തിലാണ് നമ്മൾ കാണും. ഇവിടെ ബാലൻസ് ബ്രോഡ്, ടോട്ടൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയ്ഡ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് എത്രയാണ്? ക്യാഷ് എന്തെങ്കിലും സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറക്കണം. ക്രെഡിറ്റേഴ്സ് ഡിസോണേഡ് ആയിട്ടുള്ള മീൻസ് അത് ക്യാൻസൽ ആയി. ഡിസോണേഡ് വെച്ചാൽ പൈസ കൊടുത്തില്ല, അങ്ങനെ സാധ്യത. ഓക്കെ, ബാലൻസ് ക്യാരി. അപ്പൊ ഇതാണ് എന്ത്? ബിൽസ് പേയബിൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇല്ലുസ്ട്രേഷൻ 6 നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നോട് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ നോക്കിക്കോ, ഇല്ലുസ്ട്രേഷൻ 6. The following information calculated on the total purchase. ഫ്രം ദ താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടോട്ടൽ പർച്ചേസ് കാണും. ഓപ്പണിംഗ് ബിൽ ബാലൻസ് പേയബിൾ എത്ര? 15,000. അതായത് നമ്മൾ തുടങ്ങുന്ന സമയത്ത്, ഒരു വർഷം തുടങ്ങുന്നതിന് 15,000 രൂപയുടെ ബിൽസ് പേയബിൾ കൊടുക്കാനുണ്ട്. ഓക്കെ. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് 18,000 ഉണ്ട്. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽ പേയബിൾ എത്രയാണ്? 21,000. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് 12,000. ക്യാഷ് പെയ്ഡ് ടു കോഴ്സ് 90,600 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബിൽസ് പേയബിൾ ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദ ഇയർ 26,700 രൂപ. ഈ ബിൽസ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി, അതായത് ബിൽസ് പേയബിൾ ആകുമ്പോൾ പേ ആവേണ്ട സമയത്ത് നമ്മൾ അത്രയും കൊടുത്തിട്ടുണ്ട്. പർച്ചേസ് റിട്ടേൺ 3,600 ഉണ്ട്. ക്യാഷ് പർച്ചേസ് 77,400. അപ്പൊ നമ്മൾ 2 രൂപത്തിൽ. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ക്രെഡിറ്റ് പർച്ചേസ് 2 രൂപത്തിൽ കിടക്കുന്നുണ്ട്. ഒന്ന് ബിൽസ് പേയബിൾ ആയിട്ടും കിടക്കുന്നുണ്ട്, മറ്റേത് സാധാരണ ക്രെഡിറ്റേഴ്സ് ആയിട്ടും കിടക്കും. രണ്ടൊന്നും നമ്മൾ കാണും. ഫസ്റ്റ് നമുക്ക് ബിൽസ് പേയബിൾ ആണ്. ബാലൻസ് ബ്രോഡ് തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു? 15,000. അത് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബാലൻസ്. ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റി അക്കൗണ്ട് ആണ്, അതുകൊണ്ട് തന്നെ അതിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്. ഇനി ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് നമ്മളിപ്പോൾ നോക്കണില്ല. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ അത് നോക്കണില്ല. ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ ലാസ്റ്റ് ബാലൻസ് വരേണ്ടത്. അത് 21,000 ബിൽസ് ക്യാരിഡ് ഔട്ട് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകും. കാരണം ഈ വർഷത്തിലെ ലാസ്റ്റ് ബിൽസ് പേയബിൾ ആണ്. അപ്പൊ അതെടുത്ത്
പിന്നെ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് പേ ടു ക്രെഡിറ്റ് അത് വേണ്ട. ബിൽസ് പേയബിൾ ഡിസ്ചാർജ് ഡ്യൂറിംഗ് ദി ഇയർ. ഈ വർഷം എത്ര രൂപയുടെ ബിൽസ് പേയബിൾ കൊടുത്തു? 26,700. അപ്പൊ അതും കൂടെ 26,700. വേറെ ഒന്നും എന്ത് തന്നിട്ടില്ല, ബിൽസ് പേയബിളിന്റെ കാര്യങ്ങൾ തന്നിട്ടില്ല. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യുക. ആദ്യം ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുക, കാരണം ഇവിടെ ഡെബിറ്റ് സൈഡ് കൂടുതലും, എന്നിട്ട് പിന്നെ ക്രെഡിറ്റ് സൈഡ് ബാലൻസ്. ആ ബാലൻസിങ് ഫിഗർ ആണ് ഈ 32,700. ഇതാണ് എന്ത്, ക്രെഡിറ്റേഴ്സിൽ ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, ബിൽസ് പേയബിൾ അക്സെപ്റ്റ് ചെയ്ത്, അതായത് ക്രെഡിറ്റേഴ്സിനെ ബിൽസ് പേയബിൾ ആക്കിയിട്ട് എഴുതിയ ആൾക്കാർ ഇത്രയും രൂപയാണ്, 32,700. അപ്പൊ ഇവരേക്കൊന്നും നമ്മൾ ക്രെഡിറ്റിന് മേടിച്ചത്, അതുകൊണ്ടാണ് ബിൽസ് പേയബിൾ വന്നത്. ഈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് കൂടി വേണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ബാലൻസ് ബ്രോഡ് ഡൗൺ, ക്യാഷ് ആയിട്ട് എത്ര വന്നിട്ടുണ്ട്, 96,000. പർച്ചേസ് റിട്ടേൺ 3,600. അത് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. ബിൽസ് പേയബിളിൽ 32. ഈ എമൗണ്ട് ഇവിടെ കൊടുക്കണം, കാരണം ആദ്യം ഉള്ള ക്രെഡിറ്റേഴ്സിന് കണ്ടോ, ഈ എമൗണ്ട് കുറെ ക്രെഡിറ്റേഴ്സ് നമ്മൾ ഇങ്ങനെ പോയില്ലേ, ബിൽസ് പേയബിളിലോട്ട് കൺവേർട്ട് ചെയ്തില്ല. അപ്പൊ നമ്മൾ എന്താ എൻട്രി ചെയ്ത, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ബിൽസ് പേയബിളാ, ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയുടെ കൂടെ. അപ്പൊ അതിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ എന്താ, ബാലൻസ് വന്നിട്ടുണ്ട് 12,000 ആണ്, രണ്ട് സൈഡും ബാലൻസ് ചെയ്യാം. അപ്പൊ ഈ 1,20,900 ആണ് നമ്മൾ എന്ത്, ക്രെഡിറ്റ് പർച്ചേസ് പ്ലസ് ക്യാഷ് പർച്ചേസ് കൂടി അറിയാം 77,400. ഒക്കെ പൊക്കപ്പാടെ 1,98,300. ഇതാണ് എന്ത്, നമ്മുടെ ടോട്ടൽ പർച്ചേസ്. ഇനി അസേർട്ടൻ്റ് ഓഫ് ടോട്ടൽ സെയിൽസ്. അപ്പൊ എങ്ങനെയാണ് പർച്ചേസ് നമ്മൾ ടോട്ടൽ. ഇനി സെയിൽസ് എങ്ങനെ നമ്മൾ ടോട്ടൽ കണ്ടെത്താൻ നോക്കിയിട്ട്, ഇപ്പൊ ക്രെഡിറ്റേഴ്സ് അല്ല, അതേപോലെ ഡെപ്റ്റേഴ്സിനെ നമ്മൾ നോക്കാം. ഓക്കെ, ടോട്ടൽ സെയിൽസ് ആർ കമ്പൈൻഡ് ദ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. അല്ലെ, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും പിന്നെ റിട്ടേണും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സെയിൽ കണ്ടെത്താം. സോ നോക്കി, കഴിഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ക്യാഷ് സെയിൽ നമുക്ക് ക്യാഷ് ബുക്ക് നോക്കിക്കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിക്കൊണ്ട് നമുക്ക് ക്യാഷ് സെയിൽസ് കാണാം. പക്ഷേ ക്രെഡിറ്റ് സെയിൽ എങ്ങനെ കാണും? ക്രെഡിറ്റ് സെയിൽ കാണാം നമ്മൾ രണ്ട് കാര്യം. ഒന്ന് പറയുന്നത് ടോട്ടൽ ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എത്ര കടത്തിന് നമ്മൾ കൊടുത്തു എന്നുള്ളതാണ് ക്രെഡിറ്റ് സെയിലിനെ പറ്റി ഒരു ഐഡിയ. അല്ലെങ്കിലോ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ബിൽസ് റിസീവബിൾ. ബിൽ റിസീവബിൾ ഉണ്ടാവും, ബിൽ പേയബിൾ ഉള്ള പോലെ ബിൽ റിസീവബിൾ ഉണ്ടാവാം. അപ്പൊ ബിൽ പേയബിളും റിസീവബിളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര ക്രെഡിറ്റേഴ്സിന് നമുക്ക് ക്രെഡിറ്റ് സെയിൽ നടന്നു എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ. സോ അതെങ്ങനെയാണ് നോക്കിയിട്ട്, ഫസ്റ്റ് ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നമ്മുടെ കൊടുക്കും. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ, ഒരു അസറ്റ് അക്കൗണ്ട് ആണ്. സോ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ബാലൻസ് ടോട്ടൽ. അതിൽ ബിൽസ് റിസീവബിളിലോട്ട് ചിലപ്പോൾ കുറച്ച് എന്താ പറയുക ഡിസോണർ ആയതുണ്ടാവും, അതായത് ഒരു പൈസ തരാത്ത. അപ്പോൾ വീണ്ടും ഇവിടെ ആരാണോ തരാത്ത പൈസ അയാളുടെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ നമ്മൾ അവർ പൈസ അന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും, അപ്പോൾ അത് ക്യാഷ് പിന്നെ ഡിസ്കൗണ്ട് കൊടുത്തതുണ്ടാവും. അതൊക്കെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത്, അതൊക്കെ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ കുറയ്ക്കല്ലേ. സെയിൽസ് റിട്ടേൺ, ബാഡ് ഡെപ്റ്റ്സ്, ബിൽസ് റിസീവബിൾ, ഇത്രയും കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ക്യാരി. അപ്പൊ ഇതാണ് എന്ത്, ഡെപ്റ്റേഴ്സിന്റെ ഒരു ഫോർമാറ്റ്. അപ്പൊ ആ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും എത്ര ഈ വർഷത്തിൽ എത്ര രൂപയാണ് നമ്മൾ ഡെപ്റ്റേഴ്സിൻ്റെക്കെന്ന് നമ്മൾ ഇതാക്കി കൊടുക്കും. ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ സെയിൽസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ പീരിയഡ്. എത്രയാണ് സെയിൽസ്? അപ്പൊ നമ്മുടെ ഡെപ്റ്റേഴ്സ് ഓൺ 1 ജനുവരി 2013 തുടക്കത്തിൽ എത്ര രൂപ ഉണ്ട്? 40,800 രൂപയാണ് ഉണ്ട് ഡെപ്റ്റേഴ്സ് ആയിട്ടുള്ളത്. കോൾ റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സോ 1,00,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ് എത്ര രൂപ അവരൊക്കെ കിട്ടിയിട്ടുണ്ട്? 1,21,600. സെയിൽസ് റിട്ടേൺ ഒരു 10,800 ഉണ്ട്. ബാഡ് ഡെപ്റ്റ്സ് 4,800. ഡെപ്റ്റേഴ്സ് ബാലൻസ് 57,000. പിന്നെ ക്യാഷ് സെയിൽസ്. അപ്പൊ ഈ ആദ്യം ഈ ക്യാഷ് സെയിൽസ് എടുക്കണം, 11,3,600 പ്ലസ് നമുക്ക് ക്രെഡിറ്റ് സെയിലും വേണം. ഈ ക്രെഡിറ്റ് സെയിൽ നമുക്ക് എത്രയാണെന്ന് അറിയില്ല, പക്ഷെ നമുക്കത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. കാരണം ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളേക്കൊന്ന് സെയിൽ ചെയ്തിട്ട് പൈസ ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാരെ അവരെ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ്. ഇപ്പൊ ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മുടെ ബാലൻസ് തുടക്കത്തിൽ ഓപ്പണിംഗ് ബാലൻസ് എത്ര? 40,800. ഇനി രണ്ടാമത്തെ ദിവസം ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ക്യാഷ് റിസീവ് ഡെപ്റ്റേഴ്സ് കുറെ അല്ലാതെ ചെയ്യുക, അപ്പൊ അത് ക്രെഡിറ്റ് ബാലൻസിൽ വരും, 1,21,000. പിന്നെ സെയിൽസ് റിട്ടേൺ ഡെപ്റ്റേഴ്സ് കുറയ്ക്കുക, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഡെബിറ്റും ക്രെഡിറ്റും ഇനീഷ്യൽ
കൺസെപ്റ്റ് തന്നെ. ബാഡ് എക്സും ഇത് കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ ബാഡ് എക്സ്, അതുപോലെ തന്നെ ബാലൻസും 55,200 ബാലൻസ് ചെയ്യും. രണ്ട് സൈഡും എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യും. അപ്പൊ നോക്കി നമ്മുടെ ബാലൻസ് ഫിഗർ വരുന്നില്ലേ, ഇതായിരിക്കും എന്ത്, ക്രെഡിറ്റ് സെയിൽ. എത്രയാണ് അത് വരുന്നത്? 1,51,600. രണ്ടും പാടെ ആഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ സെയിൽ കിട്ടും. എത്ര ടോട്ടൽ സെയിൽ അല്ലെ? 1,13,600 ക്യാഷ് സെയിൽസും 1,51,600 ക്രെഡിറ്റ് സെയിലാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. 2,65,200 രൂപ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ഡെപ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ടോട്ടൽ സെയിൽ ചെയ്യുക. ഇനി നമുക്ക് റിസീവബിൾസ് കൂടി, ബിൽസ് റിസീവബിൾ കൂടി കൺസെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ബിൽസ് റിസീവബിൾ അക്കൗണ്ട് കൂടി നമ്മളിത് കൺസെപ്റ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇവിടെ നോക്കട ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, ബിക്കോസ് ഇതൊരു അസറ്റ് അക്കൗണ്ട്. ഡെബിറ്റ് ബിൽസ് റിസീവബിൾ ടോട്ടൽ ഡെപ്റ്റേഴ്സ്. ഓക്കെ, ബിൽ റിസീവ്ഡ്. പിന്നെ ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും, ഡിസ്കൗണ്ട് ചെയ്തതുണ്ടാവും, ബാങ്ക് ഉണ്ടാവും, ടോട്ടൽ ബാലൻസ് ഉണ്ടാവും. നമുക്കൊരു ഇല്ലുസ്ട്രേഷനിലൂടെ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 8. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ദ ടോട്ടൽ സെയിൽ. താഴെ പറഞ്ഞിരുന്ന ഇൻഫർമേഷനിലൂടെ സെയിൽസിന്റെ എമൗണ്ട് ടോട്ടൽ കാൽക്കുലേറ്റ്. ബിൽ റിസീവ്ഡ് ഇൻ ദ ബിഗിനിങ് 1,560 ഡെപ്റ്റേഴ്സ് ഇൻ ദ ബിഗിനിങ്ങോ 6,160. പിന്നെ ബിൽ റിസീവബിളോ 4,180. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സോ 14,000. ബാഡ് എക്സ് 560. സെയിൽസ് റിട്ടേൺ, ബിൽസ് റിസീവബിൾ, ബിൽസ് അറ്റ് ദ എൻഡ്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് സെയിൽസ്. അപ്പൊ ആദ്യം നമ്മൾ ക്യാഷ് സെയിൽസ് ചെയ്യുന്നു, പ്ലസ് നമുക്ക് ക്രെഡിറ്റ് സെയിൽഡ് കിട്ടിയ ടോട്ടൽ സെയിൽ. ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ നമുക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടാകും. ഫസ്റ്റ് ബിൽ റിസീവബിൾ അക്കൗണ്ട്. ബാലൻസ് എത്ര ഉണ്ടായിരുന്നു തുടക്കത്തിൽ? 1,560. പിന്നെ കുറച്ച് ക്യാഷ് നമ്മൾ ബിൽ റിസീവബിളിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. കാരണം അത് ക്യാഷ് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ ക്രെഡിറ്റ് ഇല്ല. കാരണം എന്താ, ഇത് നമ്മുടെ അസറ്റ് കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. പിന്നെ നോക്കണ കുറച്ച് ബില്ല് റിസീവബിൾ ഡിസോണേർഡ് ആയി, അതായത് ബാഡ് അപ്റ്റ് ആയി. ബാഡ് അപ്റ്റ് എത്ര? 360. ഓക്കെ, ബിൽസ് ഡിസോണേർഡ് പറഞ്ഞാൽ കിട്ടാതെ എത്ര? 360. പിന്നെ ബാലൻസ് അറ്റ് ദ ഇയർ എൻഡില് ബാലൻസ് എത്ര ഉണ്ട്? 1,200 ഉണ്ട്. നമ്മൾ അത് രണ്ടുപേർക്കും ടാലി ചെയ്യുന്നു, 5,760. അപ്പൊ ഈ ബാലൻസ് ഫിഗർ ഉണ്ടല്ലോ, ഇതായിരിക്കും എന്ത്, ഡെപ്റ്റേഴ്സിൽ അവരെ ബിൽ റിസീവബിൾ. ഡെപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ബിൽ റിസീവബിൾ എഴുതിക്കോണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്തോണമെന്നില്ലല്ലോ, അവർക്ക് എല്ലാവർക്കും ബില്ല് കൊടുക്കണമെന്നില്ലല്ലോ. ബില്ല് കൊടുത്തോലാണ് എത്ര ആൾക്കാർ? എത്ര? 4,180. അത് ഈ ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റേഴ്സിന് കുറക്കുമാണ്. ഇനി ഡെപ്റ്റേഴ്സിന് ബാലൻസ് ബ്രോ ഡൗൺ എത്ര ഉണ്ട്? 6,160. ഇവരൊക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് എത്ര കിട്ടി? 14,000 കിട്ടി. ബാഡ് എക്സ് 560 വന്നു. സെയിൽസ് റിട്ടേൺ 1,740. ബിൽ റിസീവബിൾ 4,160 ഉണ്ട്. അതുകൂടെ ഇവിടെ കുറച്ചു. ഓക്കെ, ബാലൻസ് എത്ര ഉണ്ട്? 5,160. രണ്ടും ബാലൻസ് ചെയ്യുന്നു, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ബാലൻസ് ട്രിഗർ ആണ് എന്ത്? ക്രെഡിറ്റ് സൈഡ്. എത്ര? 19,090. രണ്ടും പാടെ ആഡ് ചെയ്യുമ്പോൾ ക്യാഷ് സെയിൽസ് എത്ര ഉണ്ടായിരുന്നു? 8,180. രണ്ടും പാടെ ആഡ് ചെയ്യുമ്പോൾ 27,240. ഇതാണ് എന്ത്? ടോട്ടൽ. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ എന്തിലോട്ട് കിടക്കുന്നു. Ascertain the balance sheet, sundry debitors and creditors. If the sales and purchase are given, the operating closing balances of debtors and creditors will show in the debtors and creditors. Okay. Illustration നമ്മുടെ ഈ ചാപ്റ്ററിൽ ഏകദേശം ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഇതിൽ കുറേ ഇത് വരുന്നുണ്ട്, സോ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. From the following information, prepare the total debtors account and the total creditors account and find the credit sale and the credit purchase. താഴെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എത്ര ഡെപ്റ്റേഴ്സ് ഉണ്ടെന്നും എത്ര ക്രെഡിറ്റേഴ്സ് ഉണ്ടെന്നും അതുപോലെ തന്നെ എത്രയാണ് ക്രെഡിറ്റ് പർച്ചേസിനും അതുപോലെ തന്നെ എത്രയാണ് ക്രെഡിറ്റ് സെയിൽസിനും മനസ്സിലാവും. ഇവിടെ കുറേ കാര്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡെപ്റ്റേഴ്സിന്റെ കാര്യം നോക്കാം. ഡെപ്റ്റേഴ്സിൽ 5,000 തുടക്കം ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് തന്നെ തുടങ്ങും. കാരണം ഡെപ്റ്റേഴ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്താലാണ് നമുക്ക് അവിടെ നിന്ന് എന്ത് വെച്ചാൽ ഓക്കെ ഡെപ്റ്റേഴ്സ് തുടങ്ങാം. ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഫസ്റ്റ് ബാലൻസ് 5,000. അപ്പോൾ മുകളിൽ കണ്ട 5,000 നമ്മൾ ഇവിടോട്ട് എഴുതി.
പിന്നെ ക്രെഡിറ്റേഴ്സ് വേണ്ട. ഡെപ്റ്റേഴ്സ് 31st, അതിന്റെ ക്ലോസിംഗ് ബാലൻസ് 4000. ക്ലോസിംഗ് ബാലൻസ് എവിടെയാണ്? ക്ലോസിംഗ് ബാലൻസ് 4000 ഇവിടെ എഴുതി. ഡെപ്റ്റേഴ്സ് അത് എഴുതി. ക്രെഡിറ്റേഴ്സ് വേണ്ട. ബിൽസ് റിസീവബിൾ ഡ്യൂറിങ് ദ ഇയർ 10,000. അതെവിടെ? ബിൽസ് റിസീവബിൾ ഡ്യൂറിങ് ദ ഇയർ, ബിൽസ് റിസീവബിൾ, അതായത് ബിൽസ് റിസീവിലോട്ട് കൊടുത്തു എത്ര? 10,000. അപ്പൊ ഡെപ്റ്റേഴ്സ് അത്രയും കുറയും. ബിൽസ് പേബിൾ വേണ്ട. ക്യാഷ് റിസീവ്ഡ് ഫ്രം ദ കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിന് കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. എത്ര? 30,000. അതിവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഡെപ്റ്റേഴ്സ് വന്നത്. ക്യാഷ് റിട്ടേൺ ടു കസ്റ്റമേഴ്സ് 500 രൂപ, അത് അവിടെ എഴുതിയിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ്, അതായത് 500 രൂപ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡെപ്റ്റേഴ്സ് കൂടും. പിന്നെ ക്യാഷ് പെയ്ഡ് ടു സപ്ലൈസ്, അത് വേണ്ട, അത് പർച്ചേസിന്റെ കേസിലാണ്. ഡിസ്കൗണ്ട് അലൗഡ് ടു സപ്ലൈസ്, അതും വേണ്ട, അത് ഏതാ? ക്രെഡിറ്റേഴ്സ്. ഡിസ്കൗണ്ട് അലൗഡ് ടു കസ്റ്റമേഴ്സ്, അത് എത്ര? 150. അത്രയും ഇത് കുറയും ഡിസ്കൗണ്ട്. പിന്നെ ബാഡപ്സ് റിട്ടേൺ ഓഫ് 1200 ബാഡപ്സ് ആണ് ഇവിടെ, കാരണം അത്രയും ഡെപ്റ്റേഴ്സ് കുറയും. പിന്നെ ബിൽസ് റിസീവബിൾ എൻഡോസ്ഡ് ക്രെഡിറ്റേഴ്സ്, ബിൽ റിസീവബിൾ എൻഡോസ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, ഓക്കെ, അത് നടക്കില്ല. ബിൽസ് എൻഡോസ്ഡ് ക്രെഡിറ്റേഴ്സ് 4000. അതെവിടെ വേണ്ട വെച്ചാൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ. പിന്നെ ബിൽ റിസീവബിൾ ഡിസോണേർഡ് ബൈ കസ്റ്റമർ 1000. ബിൽ റിസീവബിൾ നമുക്ക് കിട്ടാണ്ടായിരുന്നു, അത് ഡിസോണർ ആയി. അപ്പോൾ ഡെപ്റ്റേഴ്സ് വീണ്ടും കൂടും. കാരണം ബിൽ റിസീവബിൾ തന്നാൽ അത് നമുക്കൊരു ക്യാഷ് തരുന്ന പോലെ ഉണ്ട്, അല്ലെങ്കിൽ പക്ഷെ അത് ഡിസോണർ ആയി. ഡിസോണർ തരികയാണെങ്കിൽ ഡെപ്റ്റേഴ്സ് കുറയും, പക്ഷെ അത് ഡിസോണർ ആയ ഡെപ്റ്റേഴ്സ് വീണ്ടും കൂടും. പിന്നെ ബാഡപ്സ് റിട്ടേൺ ഓഫ് അത് എഴുതി. പിന്നെ ബാഡപ്സ് റിക്കവേർഡ് 300. ഇനി ബിൽസ് സെയിൽസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ അത്ര 600. അപ്പോൾ സെയിൽസ് റിട്ടേൺ എഴുതി. പിന്നെ ബാലൻസിങ് ഫിഗർ, ക്യാഷ് റിട്ടേണും ബാലൻസും കഴിഞ്ഞു. ബാലൻസിങ് ഫിഗർ ആണ് എന്ത്? ക്രെഡിറ്റ് ചെയ്ത്, അതായത് 38,250. അപ്പം ക്യാഷ് സെയിൽസ് പറഞ്ഞിട്ടില്ല, അത് വിട്ടത്. ബാങ്ക് അതുപോലെ തന്നെ ഡിസോണർ ബി ആർ കൂടി ഇവിടെ എഴുതണം, 700 രൂപ. അതായത് ബിൽസ് റിസീവബിൾ എന്നാണ് ബി ആറിന്റെ ഇത്. ഡിസ്കൗണ്ട് ബിൽസ് റിസീവബിൾ, കാരണം ബിൽസ് റിസീവബിൾ എന്താ പറയാ, ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇത് കൂടും, എന്ത്? നമ്മുടെ ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ കൂടും. ഇനി ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇതേപോലെ ഉണ്ടാക്കുക. ബാലൻസ് എത്ര? 4000. ക്ലോസിംഗ് ബാലൻസ് 6000. ക്യാഷ് എത്ര സെറ്റിൽ ചെയ്തത്? 20,700. ഡിസ്കൗണ്ട് 270. ബിൽസ് റിസീവബിൾ എൻഡോഴ്സർ 4000. പർച്ചേസ് റിട്ടേൺ, ബിൽസ് പേബിൾ. ആ ജസ്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബാലൻസ് ഫിഗർ എന്ന് പറയുന്നത് 34,670 ആണ്. ഇത് ഇവിടെ ക്രെഡിറ്റ്. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ 10 നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ 11 കുറച്ച് ലെങ്തി ആണ്. സോ ഇറ്റ്സ് നോട്ട് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എല്ലാ ഇല്ലുസ്ട്രേഷൻസ് കൂടുമ്പാടെ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തി ആയി മാറും. അപ്പോൾ ഇവിടെയും ഡെപ്റ്റേഴ്സ് അക്കൗണ്ടും നമ്മൾ ചെയ്തുള്ള ക്യാഷ് ബുക്കും ബാലൻസ് ഷീറ്റും കാര്യങ്ങളും ഇവിടെ ബാലൻസ് ഷീറ്റ് കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതുകൂടെ ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് പറയാം. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 11 നമ്മൾ ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ബേസിസിൽ പർച്ചേസിൽ ക്യാഷ് ക്രെഡിറ്റ് കൊടുക്കുന്നു, അതിൽ സെയിൽ കൊടുക്കുന്നു. പിന്നെ നമുക്കറിയില്ല ക്ലോസിംഗ് സ്റ്റോക്ക് അറിയാം. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സാധാ പോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാണുന്നു. ആ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ നോക്കിയാൽ ഗ്രോസ് പ്രോഫിറ്റ്, ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സാലറി, രണ്ട് കാര്യങ്ങളൊക്കെ മുമ്പ് എഴുതുന്നു. നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ഇത് എത്രയാണ്? 4,950. നമ്മൾ സാധാ പോലെ തന്നെ കാണും. ബാലൻസ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസിങ് ക്രെഡിറ്റേഴ്സ് കിട്ടിയില്ലേ. പിന്നെ ഇവിടെ സാലറി, റെന്റ്, ഓഫീസ് എക്സ്പെൻസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കതൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്കത് കിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ നോർമൽ ചെയ്ത പോലെ തന്നെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ക്യാഷ്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, ക്രെഡിറ്റേഴ്സ് കാര്യങ്ങൾ, ഡ്രോയിങ്സും. പിന്നെ എന്ത് ചെയ്യണം? നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ഇവിടെ ആഡ് ചെയ്യണം. പിന്നെ നോർമൽ പോലെ പിന്നെ ഡബിൾ എൻട്രി
അപ്പോൾ ഈ ഡെപ്റ്റേഴ്സിന്റെ അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സിന്റെ അക്കൗണ്ട് എങ്ങനെയാണ് ക്രെഡിറ്റ് സൈഡ് കണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് പെർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സോ അതോടുകൂടെ ഇൻകംപ്ലീറ്റ് റെക്കോർഡ് വന്നൊരു പോർഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. ഈ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിന് മുമ്പായിട്ട് നമ്മൾ കമ്പനി അക്കൗണ്ട്, കാരണം പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് എന്ന് പറയുന്നത് ലിറ്റിൽ മോർ ഡിഫിക്കൽട്ട്. ഓക്കെ, അതുകൊണ്ട് പാർട്ട്ണർഷിപ്പിനേക്കാൾ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുക കമ്പനി അക്കൗണ്ട്. സോ കമ്പനി അക്കൗണ്ട്സ്, കാരണം കമ്പനി അക്കൗണ്ട്സിൽ കുറേ ജേർണലൈസേഷൻ വളരെ സിമ്പിളായിട്ട് പഠിക്കും. സോ അപ്പോൾ കമ്പനി അക്കൗണ്ട്സ് ആണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, യെസ്. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് പാർട്ട്ണർഷിപ്പ്, പിന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഏത് ചാപ്റ്റർ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്? കമ്പനി അക്കൗണ്ട്സ് ആയിരിക്കും. കമ്പനി അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഒരു ബിസിനസ് നടത്താൻ പറ്റിയ ഒരു ഫോർമാറ്റ് അല്ലടാ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. 2-3 അതിലോ ആളുകൾ കൂടിയിട്ട് ബിസിനസ് നടത്തും. ഇതിന് എന്ത് പറഞ്ഞ പാർട്ട്ണർഷിപ്പ്, ഇതുപോലെ ഒരു ഫോർമാറ്റ് തന്നെയാണ് കമ്പനി. അപ്പോൾ അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഏത് സ്റ്റാർട്ട് ചെയ്യും കമ്പനി അക്കൗണ്ട്സ്.